ഹായ് ഓൾ MS എക്സലിൽ ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോളത്തിൽ ടെക്സ്റ്റ്, ക്യാരക്ടർ, നമ്പർ മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് കോളത്തിൽ ഈ ഫസ്റ്റ് കോളത്തിലുള്ളവ എത്ര ടൈം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് റിസൾട്ട് ആണ് വേണ്ടത്. അതായത് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നവ സെക്കൻഡ് കോളത്തിൽ പറയുന്നത്ര ടൈം റിപ്പീറ്റ് ചെയ്ത് വരണം. ഇതാണ് തേർഡ് കോളത്തിൽ വരേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് റിപ്പീറ്റ് ഫംഗ്ഷൻ. നമുക്ക് നോക്കാം, വളരെ സിമ്പിൾ ആണ്. ഈക്വൽ റെപ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. താഴെ ഇതിന്റെ സിന്റാക്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ടെക്സ്റ്റ് ഏതാണോ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത് ആ വാല്യൂ ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അതിവിടെ എ ആണ്, അത് കൊടുത്തു. കോമ സെക്കൻഡ് നമ്പർ ഓഫ് ടൈം എത്ര വട്ടം അത് റിപ്പീറ്റ് ചെയ്ത് വരണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയി കൊടുക്കേണ്ടത്. അതിവിടെ 4 ആണ്, അത് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്റർ അമർത്തി. അപ്പൊ എ എന്ന ലെറ്റർ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോർമുല താഴോട്ടും അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ കോളത്തിൽ പറയുന്ന പ്രകാരം രണ്ടാമത്തെ കോളത്തിൽ പറയുന്ന പ്രകാരം അവ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് റിപ്പീറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ലെറ്റർ ആയാലും ക്യാരക്ടർ ആയാലും നമ്പർ ആയാലും റിപ്പീറ്റ് ചെയ്ത് വരുത്തുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.